ഹായ് ഓൾ. ഇന്നത്തേത് ഒരു ലോങ് വീഡിയോ. ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ്, അതായത് രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ വള്ളത്തിൽ കക്ക കൊണ്ടുവന്നു കേട്ടോ. 100 രൂപയ്ക്കാണ് ഇത്രയും വലിപ്പം നിങ്ങൾ നോക്കണ്ട. അത് നമ്മൾ വെന്ത് റെഡിയാക്കി എടുക്കുമ്പം വളരെ കുറച്ചേ കാണുള്ളൂ. പക്ഷേ ഇത് പൊളിച്ചെടുത്തപ്പോൾ അത്യാവശ്യം വലിയ ഇറച്ചിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം കൊഞ്ചും കിട്ടിയായിരുന്നു. അത്യാവശ്യം വലിയ കൊഞ്ചായിരുന്നു കേട്ടോ കിട്ടിയത്. അപ്പം കൊഞ്ച് ഞാൻ വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ട് കക്കയും ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കക്ക ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് കാരണം നമുക്കിത് ആവി കയറ്റി എടുത്തിട്ട് ഇതിനകത്തുള്ള വെള്ളം ഭയങ്കര നല്ലതാണ്. അപ്പോൾ ആ വെള്ളം എടുക്കാനായിട്ട് നമ്മൾ കക്ക നല്ല വൃത്തിയായിട്ട് കഴുകി ആവിയിൽ വെക്കാൻ പോകണം. വെള്ളമൊന്നും നമ്മൾ ചട്ടിക്കകത്ത് പിന്നെ വെള്ളമൊന്നും ഒഴിക്കണ്ട. നല്ലപോലെ കഴുകിയതാ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് മൂത്ത ആൾക്ക് പരീക്ഷ നടക്കുകയാണ്. അപ്പോൾ ആളെ വിളിക്കാനായിട്ട് പോകണം. വിളിച്ചിട്ട് വന്നിട്ടേ ബാക്കി ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അത് രണ്ടും റെഡിയാക്കി വെച്ചു. പിന്നെ പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം ഞാൻ കൊഞ്ച് വറുക്കാനുള്ളതും കറിക്കുള്ളത് സെപ്പറേറ്റ് ആക്കുകയാണ്. അപ്പോൾ ഇവിടെ കൊഞ്ച് തല വറുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തല ഉൾപ്പെടെ വറുക്കാനും പിന്നെ തല സെപ്പറേറ്റ് മാറ്റി വറുക്കാനും ഒക്കെ ഉള്ളത് മാറ്റി എടുക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ ചട്ടിയിൽ നമ്മുടെ കക്ക വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുമ്പം ഇതുപോലെ തുറന്ന് വരും. അതിനകത്തുള്ള ആ ഒരു നീരിറങ്ങുന്നതാണ് കേട്ടോ. ഇതേപോലെ തുറന്ന് നമുക്ക് കിട്ടും. അതിന് നമുക്ക് തണുത്തിട്ട് ഇതിൻ്റെ ആ ഒരു ഇറച്ചി എടുത്ത് സെപ്പറേറ്റ് മാറ്റണം. അപ്പോൾ ആ കൊഞ്ചെല്ലാം കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. കറി വയ്ക്കാനുള്ള കൊഞ്ച് ഞാൻ കുറച്ച് വെള്ളവും തക്കാളിയും പിന്നെ ഉള്ളിയും ഒക്കെ ഇട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വേവിക്കുക. അപ്പോഴത്തേനും സമയം 12:30 അങ്ങനെ തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് റെഡിയാക്കണം. അപ്പോൾ നമ്മളിന്ന് വറുത്തരച്ച് തീയൽ പോലെയാണ് കൊഞ്ച് വയ്ക്കുന്നത്. അപ്പം എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയൊക്കെ തന്നെ നമ്മൾ തേങ്ങ വറുത്ത് തീയൽ വയ്ക്കുന്നത്. അപ്പോൾ കൊഞ്ച് വെന്ത് കഴിഞ്ഞപ്പോഴത്തേനും അത് ഞാൻ മാറ്റി വയ്ക്കാൻ പോവാണ്. അത് മാറ്റി വെച്ചിട്ട് നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ പോകണം. അപ്പോൾ തേങ്ങയ്ക്കകത്ത് ഉള്ളി, കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, കറിവേപ്പില, പുളി, ചെറിയ ജീരകം, ഉലുവ ഇതെല്ലാം കൂടെയൊക്കെ ഇട്ട് വറുത്ത് ഒന്ന് ബ്രൗൺ കളറാകുമ്പോഴത്തേനും പിന്നെ മസാല ഞാൻ ഇതിൽ ഹോൾ മസാല, അത് പൊടിക്കാത്ത പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ഇടും കേട്ടോ. ഇപ്പം ഞാൻ ലാസ്റ്റ് ഒരു കടയിൽ പോയപ്പോൾ ഒരു ബിരിയാണിയുടെ ഫേമസ് കടയാണ് കേട്ടോ. ബിരിയാണീൻ്റെ സാധനങ്ങളെല്ലാം എക്സ്പോർട്ടഡ് ഐറ്റംസാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ മസാലക്കൂട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ മസാല. നല്ല മസാലയാണ്. നമ്മുടെ കൊല്ലത്തുള്ളവരാണെങ്കിൽ സാദിഖ് സ്റ്റോർ എന്ന് പറയും. ബിരിയാണി ഹൗസ് ഓഫ് ബിരിയാണി എന്നാണ് അവിടെ പേരെഴുതിയിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്കൊരു പാക്കറ്റ് കിട്ടും. ആ പാക്കറ്റ് മസാല സൂപ്പർ മസാലയാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. അപ്പോൾ ആ മസാല വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു ബീട്രൂട്ട് മെഴുക്ക് വരട്ടി പോലെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മസാലകളൊക്കെ ഇട്ടു. നമ്മൾ തേങ്ങ ബ്രൗണായി കഴിഞ്ഞപ്പോഴത്തേനും മസാലപ്പൊടികളെല്ലാം ഇട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ അടുപ്പിൽ നമ്മുടെ മെഴുക്ക് വരട്ടി സെറ്റാക്കുകയാണ് കേട്ടോ. കടുകൊക്കെ പൊട്ടിച്ച് നമ്മുടെ ബീട്രൂട്ടും ഉള്ളിയും പച്ചമുളകൊക്കെ ഓൾറെഡി അരിഞ്ഞ് അതിനകത്ത് ഉപ്പൊക്കെ ഇട്ട് വെച്ചേക്കായിരുന്നു. ഇത് നമ്മൾ അതിനകത്തോട്ട് തട്ടിയാൽ മതി. തട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അടച്ച് വയ്ക്കുക. അതിനകത്ത് നിന്ന് തന്നെ വെള്ളം ഇറങ്ങി അത് റെഡിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നമ്മുടെ കൊഞ്ച് വറുക്കാനുള്ള മസാലയൊക്കെ റെഡിയാക്കി. ജസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ട് അതിനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അതൊന്ന് പുരട്ടി മാറ്റി വെച്ചു കേട്ടോ. ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നുമല്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ തല നമ്മൾ സെപ്പറേറ്റ് ഇട്ടാണ് വറുക്കാറ്. ആദ്യം കൊഞ്ച് മൊത്തത്തിലുള്ളത് വറുത്തതിന് ശേഷം തല ലാസ്റ്റ് ഇട്ട് വറുക്കുവേ. പിന്നെ നമ്മുടെ തീയലിനുള്ള അരപ്പൊക്കെ തണുത്തിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുത്ത് നമ്മുടെ ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് ജസ്റ്റ് നമ്മൾ അരച്ചെടുത്തില്ലേ അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ഈ വെന്ത കൊഞ്ചും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ചെടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഒന്നും കൂടെ തുറന്ന് നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മുടെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നോക്കുക കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് പാത്രങ്ങളെല്ലാം നിരന്നു. അതെല്ലാം കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചപ്പോഴത്തേനും നമ്മുടെ കൊഞ്ച് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് പിന്നെ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട്
അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഞാൻ ഉലുവ നമ്മൾ വറുത്ത സമയത്ത് ഇട്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഇനി ഉലുവ ഇടുന്നില്ല. എന്നിട്ട് അത് മാറ്റി വെച്ചു. പിന്നെ കൊഞ്ച് വറുക്കാനായിട്ട് വെച്ചു കേട്ടോ. അതെല്ലാം വറുത്ത് മാറ്റി. പിന്നെ ലാസ്റ്റാണ് തല നല്ലപോലെ ഇട്ട് മൊരിയിച്ച് റെഡിയാക്കിയെടുത്ത്. അങ്ങനെ ചോറൊക്കെ റെഡിയായി. ആ സമയം അപ്പോഴത്തേനും 2 മണി. അത് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് സുന്ദരിയാവാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് രാവിലെ കാച്ചിയ പാലിൻ്റെ പാടയുണ്ടല്ലോ, അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് തേനും കൂടെ ഒഴിച്ച് അതൊന്ന് മുഖത്തൊക്കെ തേച്ച്. പിന്നെ ഇതാ ഈ ഒരു സാധനം, ഇത് ഇവിടെ നമ്മൾ മിക്സറൊക്കെ വാങ്ങിക്കുന്ന കടയുണ്ടല്ലോ, അതിനകത്ത് അവർ 100 രൂപയ്ക്ക് മിക്സ് തരാൻ പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാ ഐറ്റംസ്, ലഡു, ജിലേബി, മൈസൂർ പാക്ക് എല്ലാം ഓരോന്ന് വീതവും പിന്നെ എരിവുള്ള ഐറ്റംസ് എല്ലാം കുറേശ്ശെ ഇട്ടിട്ട് തരും. അത് ഇവിടെ കൊണ്ടുവന്ന് അച്ചാച്ചനാണെങ്കിൽ ഒരു പാത്രത്തിനകത്തോട്ടിട്ടിട്ട് ഇത് മൊത്തം ഇങ്ങനെ പൊടിച്ചിടും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അങ്ങനെ പിള്ളേർക്കുള്ള ചോറ് വിളമ്പി തുടങ്ങി കേട്ടോ. 2 പേർക്കും കൂടെ ഒരുമിച്ച് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൊഞ്ച് കറിയും ചൂട് ചോറും കൊഞ്ച് കറിയും പിന്നെ നമ്മുടെ കൊഞ്ച് വറുത്തതും ബീട്രൂട്ട് മെഴുക്കുവരട്ടിയൊക്കെ ആയിട്ട് അവർക്ക് വാരി കൊടുക്കാൻ വേണ്ടി എടുത്തു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വെറുതെ ഒന്ന് കിടന്ന് എണീറ്റപ്പോഴത്തേനും മണി 4:15. അപ്പോഴത്തേനും നമ്മുടെ കക്ക ഇതുവരെ നമ്മൾ വൃത്തിയാക്കിയില്ലായിരുന്നു. അങ്ങനെ അതിൻ്റെ ചുറ്റും ഉറുമ്പായി കേട്ടോ. ഉറുമ്പൊക്കെ കയറി റെഡി ആയിട്ടിരിക്കുമായിരുന്നു. പിന്നെ അതെല്ലാം വൃത്തിയാക്കി ഇത്രയും കക്ക പൊളിച്ചപ്പോൾ നമുക്ക് ഇത്രയും ഇറച്ചി കിട്ടി കേട്ടോ. അത്യാവശ്യം വലിയ ഇറച്ചിയായിരുന്നു. അങ്ങനെ അതൊക്കെ വൃത്തിയാക്കി എടുത്ത് റെഡിയാക്കി വെച്ചു. പിന്നെ ഇതിന് ഇനി ഇതിൻ്റെ അകത്ത് തന്നെ ഒരു കറുത്ത സാധനമുണ്ട്, അതും കൂടെ കളയണം. അപ്പോൾ ചില കക്കയൊന്നും തുറന്ന് വരത്തില്ല കേട്ടോ. അങ്ങനെ തുറന്ന് വരാത്ത കക്കയാണെങ്കിൽ അതിനകത്ത് ചെളിയായിരിക്കും, ഇറച്ചി ആയിരിക്കത്തില്ല. അത് തുറക്കാൻ പറ്റത്തില്ല, അത് തുറന്ന് വരില്ല. അപ്പോൾ അത് ചെളിയായിരിക്കും കേട്ടോ. അങ്ങനെ കക്കയെല്ലാം വൃത്തിയാക്കി. അപ്പോൾ ഇനി അതിൻ്റെ ബാക്ക് സൈഡിലെ കറുപ്പൊക്കെ എടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ കക്ക എൻ്റെ കയ്യിലില്ല. ഈ കക്ക അന്ന് വൈകിട്ട് തന്നെ തിരുവനന്തപുരത്തോട്ട് പാഴ്സൽ പോയി. അപ്പോൾ അന്നത്തെ ദിവസം വൈകിട്ട് അനിയനും വൈഫും കൂടെ വന്നായിരുന്നു. അപ്പോൾ പിന്നെ അവർക്കങ്ങ് കൊടുത്തു വിട്ടു. നമുക്കെപ്പോഴും കിട്ടുമല്ലോ ഇവിടെ. അപ്പം അതുകൊണ്ട് പിന്നെ അവർക്കങ്ങ് കൊടുത്തു വിട്ടു. അങ്ങനെ അതിൻ്റെ അഴുക്കൊക്കെ എടുത്ത് റെഡിയായിട്ട് വന്നപ്പോഴത്തേനും, ഇത് എല്ലായിടത്തും അഴുക്കങ്ങനെ എടുക്കുമോയെന്ന് അറിഞ്ഞൂടാ. ഇവിടെ മമ്മിയൊന്നും അങ്ങനെ എടുക്കാറില്ല. ഞാൻ പിന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് എടുക്കും കേട്ടോ. അങ്ങനെ സമയം മണി 5 അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കീപ് സപ്പോർട്ടിങ് ആൻഡ് വാച്ചിങ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും